ഇവിടെ ഇറങ്ങിയ ആക്കരയൊന്ന് തോട്ടത്തിൽ തന്നെ വന്ന തോട്ടക്കാരാണ് പറഞ്ഞ് ഓടിച്ചുകൊണ്ട് വിട്ട് അതിങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് അക്കരെ കയറി അവർ പിന്നെ പിള്ളേരാണ്ട് കണ്ട് രാത്രി 10 മണിക്ക് കണ്ട് അവരെല്ലാം ഇലക്ഷൻ്റെ പേപ്പർ ഒട്ടിക്കാൻ വന്നതായിരുന്നു. രാത്രി അവർ കണ്ടേ ആ പള്ളിയുടെ അവിടെ നിൽക്കുക, മുസ്ലിം പള്ളിയുടെ അവിടെ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂര് വിളക്കുവട്ടം 10 പറയിലാണ്. ഇവിടെ ഇപ്പം ഈ ഒരു നാട് മുഴുവൻ ഒരു കാട്ടാനപ്പേടിയിലാണ്. ഈ അടുത്ത ദിവസമാണ് ഇവിടെ ഇതുവരെ ഇത്രയും വർഷമായിട്ടും ഒരു ആന പോലും ഇല്ലാത്ത ഇവിടെ ഈ യുവാക്കളുടെ മുമ്പിലേക്ക് ആന പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം അത് ഈ ഒരു പാലം കയറി ഈ മാഞ്ചിത്തോട്ടത്തിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തിയിലാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചൊക്കെ ഓടിച്ചായിരുന്നു അല്ലേ? ഓടിച്ചു. എന്നിട്ട് ആര് പോയെന്ന് പറയാൻ വന്നത്. ഇതുവരെ കേട്ടുകഴിവില്ല. ഒരു 150 വർഷത്തിന് മുമ്പ് അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അച്ഛൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 80 വയസ്സാവുന്നു. 80 വയസ്സുണ്ട്. ഈ 80 വയസ്സിനുള്ളിൽ ഇതുവരെ ഇവിടെ ആന വന്നിട്ടില്ല. ആദ്യമായിട്ടുള്ള സംഭവമാണ് അല്ലേ? കണ്ടായിരുന്നു? നേരിട്ട് ഞാൻ കണ്ടില്ല. വളരെ കണ്ടു. വെളുപ്പിനെ രാവിലെ ഇവിടെ വന്ന് ബസ്സിൽ വന്നവർ പറഞ്ഞ് ആന ഇവിടെ അവിടെ തോട്ടത്തിൽ അവിടെ കിരണി ചത്രത്ത് അവര് പിന്നെ പിള്ളേരെല്ലാം പോയി കണ്ട് ആനെ. അവിടുന്ന് അവര് പിന്നെ കൂട്ടുകാർ പിള്ളേരെ 10 പിള്ളേരെല്ലാം വിളിച്ച് അവരിങ്ങോട്ട് വന്നു. അവിടുന്ന് അവർ വന്നു. ഇവിടുന്ന് അവർ കൂടെ വന്നപ്പോൾ റോഡ് ഇങ്ങോട്ട് ചാടി പോരാഞ്ഞത്. അവിടെ വന്നാണ്ട് ഇവിടെ ഈ കട്ടിങ് ചാടി കയറി ഒരാളെ ഏറ്റവും കട്ടിങ്ങിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഞങ്ങളുടെ ഒരു 150 വർഷത്തിന് മുമ്പെങ്ങാനും ഉണ്ടെങ്കിലും അല്ലാതെ ഇവിടെ വന്നിട്ടില്ല. ആന ചെറുടെ മലയുണ്ട്. ചെറുടെ മല ഇവിടുത്തെ 3-4 കിലോമീറ്റർ ചെറുടെ മലയാണ്. പക്ഷെ അവിടെയൊക്കെ ആനയൊന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ആന വന്ന് പിന്നെ ഈ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്. പന്നിയുടെ ശല്യം, പന്നി പ്ലാവേ ഉള്ളായിരുന്നു. ഇപ്പൊ ആനയും കൂടെ വന്നു. അതിൻ്റെ കൂടെ കുരങ്ങ്. പുനലൂരിൽ വിളക്കോട്ടം വാർഡും പിന്നെ പുറമെ പഞ്ചായത്ത് കൂടെ ചേർന്നെടുത്താണ്. ഇതിനകത്ത് കാണും. പോയിട്ടില്ല. പോയില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടി അങ്ങ് ചാടിയെന്ന്. ഇതിന് അപ്പുറത്ത് തന്നെ ജനവാസമുള്ള സ്ഥലമാണ് കറൂര് ഭാഗം. ഇത് അപ്പുറത്തോട്ട് പിന്നെ റബ്ബർ എവിറ്റിയുടെ റബ്ബർ എസ്റ്റേറ്റാ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 1 കിലോമീറ്റർ അങ്ങ് ചെല്ലുമ്പം പിന്നെ കറൂരാ. ഈ പാലത്തിൽ കൂടെ കയറി വന്നേ. പാലത്തിൽ കൂടെ കയറി വന്ന് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തുണ്ടോന്ന് എൻ്റെ മൊബൈലുണ്ടോ അറിയാം. ഇതുവഴി കയറിയാണ്. ഒരാൾ വയറ്റുണ്ട്, എൻ്റെ അത്രയും വയറ്റുണ്ട്. ഇത്ര ആയിട്ടുണ്ട്. അതിശയിച്ചോളൂ. ചവിട്ടി കയറിയതാ. അങ്ങ് കയറി അങ്ങ് പോയി. അപ്പുറത്ത് 10 കണ്ട ആനക്കരം ഒരു 2 കിലോ വെച്ചാൽ മതിയായിരുന്നു. ചവിട്ടി കയറി പോയി. 4-5 ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ അന്ന് ആറ്റി ഇറങ്ങി 4 മണിക്ക് ഇറങ്ങി ചവിട്ടി കലക്കി 4 മണി 5:05 വെള്ളം കലക്കി വരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ വൈകിട്ട് പിന്നെ 3:30 ഞാൻ അക്കരയോട്ട് പോയപ്പം വെള്ളം തെളിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ വെള്ളം കുളിക്കുന്നു. 5:45, 6 പോലെ വെള്ളം കലങ്ങി കട്ടക്കലക്കൽ വരുന്നു. അത് അവിടെ കണ്ടിറങ്ങി കുളിക്കുക ഒക്കെ ചെയ്തത്. പോയിട്ടില്ല. പോകത്തില്ല. ഇപ്പോഴങ്ങ് പോകുന്നില്ല. ഓടിച്ച് അങ്ങ് കയറ്റി കളയാതെ അത് പോകത്തേ ഇല്ല. അത് അവിടെ കയറി പോയാ കയറി ഇതുവഴി അങ്ങോട്ട് കയറി അവിടെ പോലെ അവിടെ ഒരു വാട വന്നു. അതിന്റെ കൈ ഓടിച്ചിട്ട് തിരിച്ചു കയറി പോകുന്നെന്ന് തോന്നുന്നു. ഇല്ല. ഇത് അന്നേരം ആരും കണ്ടില്ല. ഇത് നേരം വെളുത്തവനാണ് കാണുന്നത്. രാത്രിയിലായിരുന്നത് സംഭവിച്ചത്. ആന എല്ലാ സ്ഥലമായിരുന്നു. ആൾക്കാർ വന്നിരുന്നെങ്കിൽ കുഴപ്പം. ആന പോയി ഓടിച്ചിട്ടത് വാഴയല്ല. അങ്ങോട്ട് പോയില്ല. ഞങ്ങൾക്കൊക്കെ പേടി സ്വപ്നോ. ഫോറസ്റ്റുകാർ അവര് വന്ന് വരട്ടി ഓടിച്ച് പടക്കമൊക്കെ വെച്ച് 2-3 പടക്കം വെച്ച് രാത്രി 9:30 ആയപ്പോൾ അങ്ങോട്ട് പോട്ട് 2 ദിവസം മുമ്പ് അങ്ങോട്ട്. അത് അവര് പോയതിന്റെ പുറകെ വന്നു. അന്ന് വന്നാ ഇവിടെ ചാടിയത്, ഇവിടെ ഇറങ്ങിയത്. ഇതിനെ അവർ ഓടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പന 2 ദിവസം അത് അന്നേ ആദ്യമേ ചവിട്ടി പിടിച്ചതാ. ഊണ്ടാറ്റി കിടപ്പുള്ള മേടി അവിടെ അതാണ്ട് കാണാമോ. പന ഞാൻ ചവിട്ടി പിടിച്ചതാ. ഇന്നലെ അല്ലാതെ 2 ദിവസം മുമ്പാ. അവര് പിള്ളേരെ ഇലക്ഷൻ വോട്ട് പേപ്പർ ഒട്ടിക്കാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം ആന അവിടെ വയ്ക്കുന്നു. അവർ കളഞ്ഞ് ബൈക്കും കളഞ്ഞ് അവർ ഉരുണ്ടും വീണ് അവൻ ഓടി അങ്ങോട്ട് മാറിയിട്ട് പിന്നെ പിള്ളേരെ ഇവിടുത്തുകാരെ
ഫോണിൽ വിളിച്ച് അവരെല്ലാം ഇഞ്ഞ് ചാടി വന്നു, എല്ലാം കൂട്ടുകാരെല്ലാം ചാടി വന്നിട്ട് അവരവിടെ വന്ന് അവർ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ ഓടിച്ചത് ഈ വഴി കണ്ട് ഇങ്ങോട്ട് അങ്ങനെ വന്നത് സംഭവിച്ചത്. അങ്ങനെ വന്നുകൊണ്ട് അവിടെ വന്ന് കയറി എല്ലാം കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ആ ചവിടൊക്കെ കാണുന്നത്. ഇതിപ്പോ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എവിടെ ഈ ഇത്ര ഏരിയയിൽ ഇവിടെ ആന വന്നിട്ടേ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഒട്ടും പ്രതീക്ഷയില്ല. ഇല്ല ഇന്നലെ അവിടെ അലുവൊക്കെ ചെന്ന് ആ ആശുപത്രിയോടെ 2 എണ്ണം